പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്ന നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കാന്ന് പറയും, അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ, ചിക്കൻ ഉണ്ടല്ലോ, എടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കില്ല ആ സമയത്ത്, വിശപ്പങ്ങ് പോയി. ഏകദേശം 2 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രായമായ 2 പേർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. കല്യാണം നടത്തി കൊടുത്തതാണെങ്കിലോ അവരുടെ മക്കളും. ജയപ്രകാശും രശ്മിയുമായിരുന്നു ആ വയസ്സൻ ദമ്പതിമാർ. ഇവരുടെ കല്യാണം വലിയ വൈറലായിരുന്നു കേട്ടോ. വൈറലാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ കല്യാണ സമയത്ത് കുറെ ഓൺലൈൻ മീഡിയകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് നമ്മുടെ രശ്മി ചേച്ചി നമ്മുടെ 40 വർഷത്തെ പ്രണയമാണെന്ന് പറഞ്ഞു. അതോടെ ആളുകൾ ഇളക്കി. ജയപ്രകാശിനും രശ്മിക്കും മുമ്പ് വേറെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ജയപ്രകാശിന്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷമായി, രശ്മിയുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷവും. സോ 40 വർഷത്തെ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. കാരണം 2 പേരും വേറെ ആളുകളെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്തും പരസ്പരം പ്രണയിക്കുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയല്ല. കല്യാണത്തിന് മുമ്പ് തന്നെ ജയപ്രകാശിന് രശ്മിയോട് മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് 2 പേരും 2 വഴിക്ക് പോവുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. പിന്നീട് 2 പേരുടെയും പാർട്ട്നേഴ്സ് മരിച്ചുപോയി. കുറെ കാലം ഒറ്റക്കായതോടെയാണ് കല്യാണം കഴിച്ചാലോ എന്ന തീരുമാനത്തിലേക്ക് 2 പേരും എത്തുന്നത്. എന്തായാലും അങ്ങനെ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച് 2 പേരും വൈറലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 2 പേരും തായ്ലൻഡിലേക്ക് ഹണിമൂണൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് രശ്മിയുടെ മകൾ ഒരു ഹോം ടൂർ നടത്തിയത്. അതായത് രശ്മിയും ജയപ്രകാശും താമസിക്കുന്ന വീടിന്റെ ഹോം ടൂർ ആയിരുന്നു അത്. ആ ഹോം ടൂറിനിടയിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഹോം ടൂറിന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു വന്നിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിപ്പോ 3-4 മാസമായി അല്ലേ. അപ്പൊ അതുപോട്ടെ, നമ്മുടെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ Q&Aയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ് ഒരു ദിവസത്തേന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ അങ്ങ് വളരെ സുന്ദരനായി, ഭയങ്കര സെറ്റ് ആയിരുന്നു, പക്ഷെ അമ്മ അങ്ങോട്ട് ക്ഷീണിച്ചു പോയി, അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അമ്മ വാട്ട് ഹാപ്പൻ, എന്താ അങ്ങനെ ചെയ്തത്? സ്ട്രോങ് ആണ്, ആള് സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഡേയിലുള്ള ലുക്കില്ലെന്നുള്ള സംഭവം തെറ്റാണെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്കിപ്പോ പറയാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണ്. രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുവോ, രാത്രി എന്തെങ്കിലും കഴിക്കുവോ, അതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കഴിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റിൽ പറഞ്ഞായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞു മുട്ട വെറൈറ്റി മുട്ട സാധനോ, പിന്നെ ഗീല് വെറുതെ റോസ്റ്റ് ചെയ്ത് എന്നിട്ട് പെപ്പറും സോൾട്ട് മാത്രം ഇടും. ഇങ്ങനെയാണ് ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നുമില്ല. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും വാൾനട്ട്സും ഇടും. അത് ഒരുപാടില്ല, കുറച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിടും. അതിങ്ങനെ എന്നും കഴിച്ചോണ്ടിരുമ്പോ എനിക്കങ്ങ് വല്ലാതെ എനിക്ക് ഇഷ്ടക്കേട് പോലെ തോന്നി. അപ്പൊ ഞാൻ അതിന്റെ അത് ഇപ്പം കുറച്ച് അണിയനൊക്കെ ഇടാറുണ്ട്. ചിലപ്പോ ഞാൻ ഇച്ചിരി സോസൊന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ്, കാരണം എനിക്ക് ബോയിൽ ചെയ്ത് എഗ് ഇത് മാത്രമാകുമ്പോ എനിക്കൊരു വല്ലാതെ തോന്നി. ശീലമില്ലല്ലോ. ഇവിടെ വെച്ചാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പ്രശ്നം കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോൾ രശ്മിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. ജയപ്രകാശിന് എന്താണ് താല്പര്യം അത് തന്നെ രശ്മിയും കഴിച്ചോളാം എന്നതുപോലെയാണ് കാര്യങ്ങൾ. ഇത് കേട്ട ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പ്രായമായില്ലേ, ജയപ്രകാശിന് 66 വയസ്സെങ്ങാനും ഉണ്ട്, രശ്മിക്കാണെങ്കിൽ 60 വയസ്സുമുണ്ട്. ഇപ്പൊ ഈ 60-ാം വയസ്സിൽ പോലും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാൻ പോലും രശ്മിക്ക് പറ്റുന്നില്ലല്ലോ എന്ന വിഷമമായി പലർക്കും. ചില കമന്റുകൾ ഞാൻ വായിച്ചുതരാം. അവരവന് ഇഷ്ടമുള്ളത് കഴിച്ച് ഇൻഡിപെൻഡന്റ് ആയി ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആവശ്യമില്ലാത്ത തലവേദന എടുത്ത് ഈ പ്രായത്തിൽ തലയിൽ വെച്ചു സുഖമായി ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് മക്കളോടൊപ്പം ജീവിക്കാതെ മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കെട്ടാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നു. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ആരെയും നിർബന്ധത്തിന് വഴങ്ങി ആയിരിക്കരുത്. അത് പിന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസിൽ കൊണ്ട് ചെന്നെത്തിക്കും. അങ്കിളിന് ആവശ്യമുള്ളത് ആള് കഴിക്കട്ടെ, ആന്റിക്ക് ഇഷ്ടമുള്ളത് ആന്റി കഴിക്കട്ടെ, അതല്ല അണ്ടർസ്റ്റാൻഡിങ് ലൈഫ്. സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ എല്ലാ ഇഷ്ടം മാറി ചേച്ചി വേറെ ഒരു ജീവിതം, കഷ്ടം. ഒരു കൊച്ചു കിളവിന് പണി കൊടുത്തതാ, നേരിട്ട് ചീത്ത വിളിക്കുകയും വേണ്ട, വ്യൂവേഴ്സ് കൊടുത്തോളാം. ആന്റി ഒരുപാട് ക്ഷീണിച്ചു, ഫുഡ് കഴിക്കാത്തതിൽ ക്ഷീണം മുഖത്ത് അറിയാനുണ്ട്. ആയ ചാമിങ് ഇല്ല, നോ വെജിറ്റബിൾസ് നോ ഫ്രൂട്ട്സ്, എന്ത് ജീവിതം. ആന്റിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കൂ, അങ്കിളിന് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. മക്കൾക്ക് ലയബിലിറ്റി ആവാതിരിക്കുകയും ചെയ്യുന്നതാണ് ബിഗ് ഫോൾ, സാക്രിഫൈസ്. ലൈഫ് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ലയബിലിറ്റി ആവും. ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ്, ദാറ്റ്സ് ദ ട്രൂത്ത്. ആക്സെപ്റ്റ് ദ ട്രൂത്ത്, ലിവ് ദ ഫ്രീഡം. നല്ല ഒന്നാന്തരം പണിയായി മോള് തള്ളിയേക്ക് കൊടുത്തത്. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും മനസ്സിലായി അവർ പെട്ടു, കഷ്ടം. അമ്മയുടെ വീടല്ലേ കൊച്ചി, ആ മനുഷ്യൻ എന്റെ മക്കളുടെ വീടാണ്, പാവ രശ്മി. കണ്ടല്ലോ, ഒട്ടുമിക്ക കമന്റുകളും ഇങ്ങനെയാണുള്ളത്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ വയസ്സാം കാലത്ത് സ്വന്തം ഇഷ്ടത്തിനും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ഞാൻ പിന്നെ പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്ന്, അപ്പൊ അതില് ഇടയ്ക്ക് അതിൽ ചെയ്യും. പിന്നെ ഇപ്പം ചെറിയ സവാളയല്ല, ചെറിയ ഉള്ളിയും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് പോലെ ആക്കി, അതും ഗീല ചെയ്യുന്ന നമ്മൾ സാധാരണ മനുഷ്യർ കഴിക്കുന്ന പോലെ. സാധാരണ കുറച്ച് നട്ട്സ് കൂടി ഇടുവന്നേ ഉള്ളൂ, നട്ട്സും വാൾനട്ട്സും ഇതിട്ട് അവിടെ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. വേറെ ഒന്നുമില്ല. ഇല്ല. ഉച്ചക്ക് ഞാൻ മട്ടൻ, ചിക്കൻ,
മാത്രമേ ഉള്ളൂ. ചോറ് വെക്കുന്ന ഒരു കാപ്സ് ഇല്ല, ചോറ് വെക്കാറേ ഇല്ല. അപ്പം പിന്നെ മട്ടണും ചിക്കനും ഒക്കെ സാധാരണ ഏട്ടൻ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ബോയിൽ ചെയ്തിട്ട് ഗീല് സോട്ട് ചെയ്ത് പിന്നെ പെപ്പറും സോൾട്ടും മാത്രം ഇട്ടാ കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ പിന്നെ ഒരു റോസ്റ്റ് കുറുമ പോലൊക്കെ ഉണ്ടാക്കും. അത് പക്ഷെ ഒരുപാട് വെള്ളമായിട്ടല്ല, ഒരു സെമി ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പം അത് കഴിക്കും. പിന്നെ ഞാൻ ഒരു ചപ്പാത്തിയോ ഒരു ദോശയോ എല്ലാം ഞാൻ കഴിക്കും എന്റെ കൂടെ. അങ്കിളിന് ഇത് മാത്രം കഴിക്കണേ. പിന്നെ ചിലപ്പോ വല്ല ഒരു ചപ്പാത്തി കഴിക്കും. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുതൽ മട്ടൺ ചിക്കൻ മീറ്റാണ് അവിടെ കഴിക്കുന്നത്. വെജിറ്റബിൾസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല, ഒന്നുമില്ല. അയ്യോ അത് പിന്നെ സ്നാക്സ് ഞാൻ ഒരുപാട് മധുരമൊന്നും കഴിക്കില്ലായിരുന്നു. പക്ഷെ വൈകിട്ടൊക്കെ ചിലപ്പം എനിക്ക് ചില ബിസ്ക്കറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കും. ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, കഴിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വിശക്കുമ്പോ പോയി നട്ട്സ് എടുത്ത് കഴിക്കാന്ന് പറയും. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്താ വെക്കുന്ന വാൾനട്ട്സ് നട്ട്സ് വെക്കും. അപ്പൊ അതെടുത്ത് അതിപ്പം കഴിച്ചങ്ങ് ഇത് ഒരുമാതിരി എന്നും രാവിലെ ഇങ്ങനെ ചെയ്യും. അപ്പൊ പിന്നെ പറയാം, അല്ലെങ്കിൽ മട്ടൺ ഉണ്ടല്ലോ ചിക്കൻ ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കാൻ പറയും. അപ്പൊ അതെനിക്ക് പറ്റാത്തോണ്ട് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോ എനിക്ക് വിശക്കുകയില്ല ആ സമയത്ത്. വിശപ്പങ്ങ് പോയി. വെറുതെ എല്ലാ ആളുകൾ നിങ്ങളെ കണ്ടപ്പോ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞത്. മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ അവസാനം വിശപ്പ് പോലും ഇല്ലാണ്ടായി. സംഭവം നമ്മുടെ ജയപ്രകാശ് ഏട്ടൻ കുറച്ച് ഹെൽത്തി ആവാൻ നോക്കിയതാണ്. ബിസ്ക്കറ്റ് പോലുള്ള സ്നാക്സ് ഒന്നും കഴിക്കാൻ സമ്മതിക്കില്ല, പകരം നട്സ് കഴിച്ചോളാൻ പറയും. അതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണെന്ന് വെക്കാം. പക്ഷേ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ യുക്തി എന്താണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ജയപ്രകാശ് ഏട്ടൻ വർഷങ്ങളോളമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് അതേ ഡയറ്റ് തന്നെ രശ്മി ചേച്ചിയുടെ മേലും അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. രശ്മി ചേച്ചിക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ശീലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മൾ മാനിക്കണ്ടേ. എന്റെ രീതികൾ മാത്രമാണ് ശരി, ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ജയപ്രകാശിന് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ രശ്മിയെ നിർബന്ധിക്കാം, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തീരുമാനമെടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ രശ്മി ചേച്ചി പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ജയപ്രകാശ് ഏട്ടൻ രശ്മി ചേച്ചിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമില്ല, പക്ഷെ ഭർത്താവ് പറയുന്നതല്ലേ എങ്ങനെ അനുസരിക്കാതിരിക്കും എന്ന് കരുതി കഷ്ടപ്പെട്ട് എല്ലാത്തിനും വാങ്ങി കൊടുക്കുകയാണ് ചേച്ചി. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. ചായ കാപ്പി ഒന്നും കുടിക്കുന്ന ആളല്ല, പാലും കുടിക്കില്ല. പിന്നെ ചിലപ്പോ വല്ല ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലും വന്ന് നട്ട്സോ വല്ലതും എടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ അത് എനിക്ക് വിശക്കും. നിങ്ങളുടെ മീൽ ഉച്ചയ്ക്ക് കഴിയും. പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി മീറ്റ് ഞാൻ കഴിക്കില്ല. ചിക്കനും മട്ടനും ഒന്നും ഞാൻ അത്രയും കഴിക്കാത്തതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് വിശക്കുമായിരുന്നു. അപ്പൊ വിശക്കുന്നുണ്ടോന്നൊന്നും അവിടെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുകയില്ല. അപ്പൊ എനിക്ക് ഫ്രൂട്ട്സ് വേണം. ഫ്രൂട്ട്സ് ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോൻ പറഞ്ഞ ഡയറ്റ് ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. രോഹിത് ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പൊ രോഹിത് പറഞ്ഞ ഡയറ്റ് ഇപ്പൊ 2.5 വർഷമായിട്ട് അങ്കിൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ്. അത് ബോഡി ഹെൽത്തി ആവുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബോഡി മെറ്റബോളിസം എല്ലാം സ്റ്റേബിൾ ആണ്. അപ്പൊ മോൻ പറയുന്ന അതേ ഡയറ്റ് ഫോളോ ചെയ്യുന്നോണ്ടാണ് അതെന്ന് പറയും. അപ്പൊ മോന് ഫ്രൂട്ട്സ് പറയുന്നില്ല. ഫ്രൂട്ട്സ് ഞങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഞങ്ങൾ അമ്മ അങ്ങനെയാ വളർത്തിയേ. വല്ലവർക്ക് തിന്നാൻ മേടിച്ചു കൊടുക്കണം. സിസ്റ്റർ പോയി കിട്ടോ, അപ്പൊ അതിന് മുന്നേ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാ പോയത്. ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ ഫ്രൂട്ട്സും അല്ല, എനിക്ക് അറിയാമല്ല. എനിക്ക് ഓറഞ്ച് മാംഗോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചക്ക ഭയങ്കര ഇഷ്ടം. ചക്ക നമുക്ക് ഈ ഓഫ് സീസൺ ആവുന്ന സമയത്ത് ലുലുലൊക്കെ പോകുമ്പോ ഫ്രോസൺ ചക്ക കിട്ടുമല്ലോ. അത് ശരിക്കും നല്ല പ്രൈസും ആണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ലുലുവിൽ ഇപ്പൊ മോളെ അമ്മയുടെ ചക്ക മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രോസൺ ചക്ക വരെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ചക്ക സീസൺ ആയിട്ട് പോലും ചക്ക കിട്ടിയില്ലല്ലോ. വല്ലാത്തൊരു ജീവിതമാണ്. അതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വല്ലാത്തൊരു ജീവിതമായി പോയല്ലോ ഇത് എന്ന്. വയസ്സാകാലത്ത് സ്വന്തം ഇഷ്ടത്തിന് മക്കളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നില്ല, വെറുതെ ഒരു കല്യാണം കഴിച്ചുള്ള സ്വാതന്ത്ര്യം കൂടി കളയണമായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പോലും കഴിക്കാൻ സമ്മതിക്കാതെ കെട്ടിയിടുന്നത് വളരെ മോശം തന്നെയാണ്. ശരീരത്തിന് നല്ലതായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പോലും കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നും യാതൊരു ന്യായീകരണവുമില്ല. ഹെൽത്ത് നോക്കാനാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ സമ്മതിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ആരോഗ്യം നശിക്കുമെന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. പിന്നെ ഒരളവിൽ കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചാണെങ്കിൽ ഷുഗർ കൂടും. പക്ഷെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. വെജിറ്റബിൾസിലാണെങ്കിലും അതുപോലെ തന്നെ, കൂടാതെ ഒരുപാട് ഫൈബറും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹെൽത്ത് മാത്രമല്ല കാര്യം. ഞാൻ കഴിക്കുന്നത് മാത്രം നീയും കഴിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ള കടുംപിടുത്തത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ചക്ക ആവശ്യത്തിന് ചക്ക കഴിച്ചു. തായ്ലൻഡിൽ പോയിട്ട് ചക്ക കഴിച്ചില്ല. തായ്ലൻഡിൽ ചെന്നപ്പം ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു. തായ്ലൻഡിലെ ഒരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് മാത്രമാണ്. അപ്പൊ അവിടുന്ന് എല്ലാ ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഭയങ്കര ജ്യൂസിയും സ്വീറ്റും ആയിട്ടുള്ള ഫ്രൂട്ട്സ്. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അവിടുത്തെ വൈറ്റ് ഡ്രാഗനും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇത്
മാങ്ങ, ചക്ക, പിന്നെ വേറെ എന്തോ നമ്മള് കഴിച്ച വേറെ എന്തോ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു. ശരിയാ. ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റി മറ്റേ സ്റ്റിക്കി റൈസോ, മാംഗോ സ്റ്റിക്കി റൈസ് അല്ല, ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ അവിടെ. അതെ മറ്റേ ഇല്ല, ഒരു സ്മെല്ല്, വൃത്തിയുടെ സ്മെല്ലുള്ളത്. അത് കഴിച്ചില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ്. അങ്ങനെ അവിടെ വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. ഡുറിയൻ അത് കഴിച്ചില്ല. ഹോട്ടലിൽ കയറ്റത്തില്ല. ഒരു വല്ലാത്ത സ്മെല്ലാന്ന് പറയുന്നത്. പിന്നെ അപ്പൊ രാത്രി വേറെ ഫുഡൊന്നും രാത്രി ഫുഡില്ല. പിന്നെ ഉച്ചയ്ക്ക് ഏട്ടൻ നല്ല 6 മണി അല്ലെ 7 മണിക്ക് മുമ്പ് കഴിക്കും. അപ്പൊ ഒരു കീറ്റോയും ഒരു ഇന്റർമീഡിയറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഞാൻ നേരത്തെയും രാത്രി ഫുഡ് കഴിക്കാറില്ല. 6 മണിയാകുമ്പോഴേ എന്തായാലും അത് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമായിരുന്നു. പപ്പായ, പഴം ഒക്കെ കഴിക്കുമായിരുന്നു. ഈത്തപ്പഴം, പഴമൊക്കെ കഴിക്കും. ചില ദിവസത്തെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ് ആയിരുന്നു അല്ലെ, പപ്പായ ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിക്കുന്ന ഒരാളും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഹെൽത്തി നമുക്കിപ്പോ കാണുമ്പോ കുറച്ച് kgs കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് ഹെൽത്തിയാണ് കേട്ടോ. ഇപ്പൊ ഓടിച്ചാടി നടക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്നൊന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വേദനകളൊന്നും ഇല്ല അല്ലെ, നിങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ, അതാണ് നമുക്ക് നല്ലത്. ഡിന്നർ അതെ. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഫ്രൂട്ട്സ് കഴിച്ചിരുന്ന ആളാണ് രശ്മി. ഇപ്പൊ ഒരു കഷ്ണം ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ ജയപ്രകാശിന്റെ കാല് പിടിക്കണം. വളരെ നല്ലൊരു ഇതാണത്. വയസ്സായില്ല ജയപ്രകാശ് ഏട്ടാ, കുറച്ചൊക്കെ പിടിവാശി കുറയ്ക്കാട്ടോ. രശ്മി ചേച്ചി അവർക്ക് ഇഷ്ടമുള്ളതും കൂടി കഴിക്കട്ടെന്നേ. ഈ വയസ്സാം കാലത്ത് തന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിച്ചത്. രണ്ടുപേർക്കും ഒരു കൂട്ടാവട്ടെ, ഒരു തണലാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയല്ലേ അത്. പക്ഷെ ഒരാൾക്ക് മാത്രം ഒരു തടവറയായി മാറരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.